നമസ്കാരം. ഋഷിപ്രപ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുവർഷം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള വീഡിയോ ആണ് ചെയ്തു വന്നിരുന്നത്. ഓരോ രാശിയുടെയും പ്രത്യേകം ഫലങ്ങളെ വിശദമായിട്ട് പഠിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിനുശേഷം നമുക്ക് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും പുതുവർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ 2025 പുതുവർഷ ഫലമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025 തടസ്സങ്ങളൊക്കെ ഒഴിയുന്നതാണ്. ഗുണപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്ന സമയമാണ്. കൂടാതെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ വഴി കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെ കാര്യസാധ്യത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. രോഗ ദുരിതങ്ങളൊക്കെ മൂലം ബുദ്ധിമുട്ടിയിരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി പൊതുവെ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെറിയ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയിലൊക്കെ എത്തിച്ചേരാനും ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നവർക്ക് പുതുവർഷത്തിൽ വീണ്ടും ജോലിക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ദശാകാലം വരുന്നതനുസരിച്ചുള്ള ഏകദേശ ഗുണദോഷ ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം. തിരുവാതിര നക്ഷത്രക്കാർ നക്ഷത്രാധിപനായിട്ടുള്ള രാഹുവിന്റെ ദശാകാലമാണ്. ഏകദേശം 18 വർഷമാണ് രാഹുർ ദശയെങ്കിലും ഏകദേശം 10 വയസ്സുവരെ രാഹുർ ദശ എന്നുള്ള കണക്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. രാഹുർ ദശ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മദശാകാലം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് ചെറിയ കുട്ടികൾക്ക്. അതിനുശേഷം 26 വയസ്സുവരെ ഏകദേശം വ്യാഴദശയാണ്. ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴദശ നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും തൊഴിൽ നേടുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾക്കുമൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ഏകദേശം 45 വയസ്സുവരെ ശനിദശയാണ്. ശനിദശയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനിപ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാടുകളെ ചെയ്യുക, ദർശനം നടത്തുക, എള്ളുപായസം, നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ശനിദശാകാലമുള്ള തിരുവാതിരക്കാർ ചെയ്യുക. അതിനുശേഷം ഏകദേശം 62 വയസ്സുവരെ ബുധദശാകാലമാണ്. ഇത് അനുകൂല ദശാകാലമാണ്. കൂടുതൽ ഗുണഫലങ്ങൾ ബുധദശാകാലം അനുഭവിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം 7 വർഷക്കാലം കേതുർ ദശയാണ്. പിന്നീട് 20 വർഷം ശുക്രദശയുമാണ്. പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർ പുതുവർഷത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾക്കായിട്ട് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിയെ ഉപാസിക്കുക, പ്രാർത്ഥനകൾ നടത്തുക, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ഉപവാസം എടുക്കുന്നതും ഗുണഫലത്തെ നൽകും. ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.